നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഏതാനും നാളുകൾക്ക് മുൻപാണ് തനിക്ക് ക്യാൻസർ ആണെന്ന് വെളിപ്പെടുത്തി രേണുസുതി രംഗത്തെത്തിയത്. 15-ാം വയസ്സിൽ വന്നൊരു മുഴയാണ് ഇപ്പോൾ ക്യാൻസറായി മാറിയിരിക്കുന്നത്. ചികിത്സയുടെ ഭാഗമായി കീമോ എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. കീമോയ്ക്ക് ശേഷം ശരീരമാസകലം പലതരത്തിലുള്ള വേദനകളും അവശതകളും അനുഭവിക്കുകയാണെന്നും എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും രേണു പറഞ്ഞിരുന്നു. രേണുസുതിയെക്കുറിച്ചും അവരുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പ് വൈറലാവുകയാണ്. ലഭ്യമായ ചികിത്സയും കരുതലും പിന്തുണയും നൽകി ക്യാൻസർ രോഗിക്ക് കഴിയുന്നത്ര സമാധാനപരവും മാന്യവുമായ ജീവിതം ഉറപ്പാക്കാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നാണ് ഫേസ്ബുക്ക് യൂസറായ ദീപ പി വാസുദേവൻ കുറിച്ചത്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: 4-ാം ഘട്ടം ക്യാൻസർ ബാധിച്ച രോഗികളുടെ അവസ്ഥ അടുത്തറിയാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്റെ അച്ഛനും അത്തരമൊരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയായിരുന്നു. അതിനാൽ രോഗത്തിന്റെ ശാരീരികവും മാനസികവുമായ ആഘാതങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഈ ഘട്ടത്തിലുള്ള രോഗികളിൽ കടുത്ത ക്ഷീണം, ശരീരവേദന, വിശപ്പില്ലായ്മ, ഭാരം കുറയൽ, ഉറക്കക്കുറവ്, രോഗപ്രതിരോധ ശേഷി കുറയൽ, മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദ ലക്ഷണങ്ങൾ എന്നിവ സാധാരണയായി കാണപ്പെടാറുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾ, സോഷ്യൽ മീഡിയയിലെ തർക്കങ്ങൾ, വിമർശനങ്ങൾ, നെഗറ്റീവ് ചർച്ചകൾ എന്നിവ രോഗിയുടെ മാനസികാരോഗ്യത്തെയും ജീവിത നിലവാരത്തെയും പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. വൈദ്യശാസ്ത്രപരമായി നോക്കുമ്പോൾ രോഗത്തിന്റെ ഗതി മനോനില മാത്രം നിർണ്ണയിക്കുന്നില്ല. എന്നിരുന്നാലും മതിയായ വിശ്രമം, പോഷക സമൃദ്ധമായ ഭക്ഷണം, ആവശ്യമായ ചികിത്സ, വേദന നിയന്ത്രണം, കുടുംബത്തിന്റെ പിന്തുണ, ശാന്തമായ മാനസികാവസ്ഥ എന്നിവ രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതേസമയം ദീർഘനേരം ഫോണിലോ സോഷ്യൽ മീഡിയയിലോ മുഴുകി മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് നല്ല മനസ്സുകളാണ് സാമ്പത്തിക സഹായവുമായി മുന്നോട്ട് വരുന്നത്. ആ സഹായം ചികിത്സയ്ക്കും രോഗിയുടെ ക്ഷേമത്തിനും ഫലപ്രദമായി ഉപയോഗിക്കപ്പെടണമെങ്കിൽ ചികിത്സാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും രോഗിയുടെ ശാരീരിക മാനസിക ആരോഗ്യം പരമാവധി സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിന്റെയും മരണത്തിന്റെയും അന്തിമ നിർണയം മനുഷ്യന്റെ കൈകളിൽ അല്ല. ആരാണ് ആദ്യം പോകുക എന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. എന്നാൽ ലഭ്യമായ ചികിത്സയും കരുതലും പിന്തുണയും നൽകി രോഗിക്ക് കഴിയുന്നത്ര സമാധാനപരവും മാന്യവുമായ ജീവിതം ഉറപ്പാക്കാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഈ കുറിപ്പ് ഒരു വ്യക്തിയെ വിമർശിക്കാനില്ല. സമാന സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാ രോഗികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ക്ഷേമം മുൻനിർത്തി ഒരു മെഡിക്കൽ കാഴ്ചപ്പാടിൽ പങ്കുവയ്ക്കുന്ന ചിന്ത മാത്രമാണ് എന്നുമാണ് ദീപ കുറിച്ചത്. അതേസമയം രേണു ഫോണിന് അഡിക്റ്റായി മാറിയെന്നും ബെഡ്റൂമിൽ പോലും ക്യാമറാമാനെ നിയമിച്ചിട്ടുണ്ടെന്നും ചിലർ രേണുവിനെ വിമർശിച്ച് കുറിപ്പിന് താഴെ കുറിച്ചു. ക്യാൻസർ വന്നതിന്റെ കീമോ ചെയ്തതിന്റെ യാതൊരു എഫക്റ്റും അവരുടെ ശരീരത്തിൽ കാണുന്നില്ല. ലിപ്സ്റ്റിക്കൊക്കെ വാരിയിട്ട് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. മാനസിക സംഘർഷം സ്വയം ഉണ്ടാക്കി വെക്കുന്നതാണ്. തർക്കത്തിനും പോസ്റ്റ് ഇടാനും ഒക്കെ പോകുന്നതല്ലേ കുഴപ്പം? രോഗം ഭേദമാകും വരെ ഈ വക കാര്യങ്ങൾ ഒഴിവാക്കിയാൽ അങ്ങോട്ട് കയറി ആരും ചീത്ത പറയാനും മോശം കമന്റ് ഇടാനും പോകില്ലല്ലോ. ഫോൺ നോക്കുന്നത് കൊണ്ടല്ലേ ഈ കുഴപ്പം? മരുന്നുകൾ ഒഴിവാക്കിയാലും ഫോൺ താഴ്ത്തി വെക്കുന്ന പ്രശ്നമില്ലല്ലോ. രോഗം ഭേദമാകേണ്ടത് മറ്റാരേക്കാളും രോഗിയുടെ ആവശ്യമായിരിക്കണം. ഡോക്ടർമാർക്ക് പറയാനേ പറ്റൂ, അനുസരിപ്പിക്കാൻ പറ്റില്ല. ഫോൺ ഉപയോഗിക്കുന്നതല്ലേ മാനസിക വിഷമത്തിന്റെ കാരണം? മൊബൈൽ ഫോൺ ഉപയോഗം ആരോഗ്യമുള്ളവരിൽ പോലും റേഡിയേഷൻ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ രോഗിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്നും ചിലർ രേണുവിനെ വിമർശിച്ച് കുറിച്ചു. അർബുദ രോഗികളെ പരിചരിക്കാനും സഹായിക്കാനുമെല്ലാം മുന്നിലുണ്ടാകാറുണ്ട് സീമാജി നായർ. രേണുസുതിക്ക് അസുഖം സ്ഥിരീകരിച്ചപ്പോൾ വിളിക്കുകയും പോയി കാണുകയും ഒക്കെ ചെയ്തിരുന്നു അവർ. അതേക്കുറിച്ച് പോസ്റ്റുകളും ഉണ്ടായിരുന്നു. ക്യാൻസർ എന്ന അസുഖത്തെക്കുറിച്ചായിരുന്നു അവർ വീണ്ടും കുറിച്ചത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മനസ്സിൽ വരുന്ന ഒരു ചോദ്യം: ക്യാൻസർ എന്ന അസുഖം അവരവരുടെ തെറ്റുകൊണ്ട് വരുന്നതാണോ? അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിച്ചതുകൊണ്ട് വരുന്നതാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ രോഗം പിടിപെട്ട ആരും തെറ്റുകാരോ കുറ്റക്കാരോ ആയിരുന്നില്ല. ഞാൻ കണ്ട ഏറ്റവും മനുഷ്യസ്നേഹിയും ആരെയും ഉപദ്രവിക്കാത്ത ആളുമായിരുന്നു എന്റെ അമ്മ. നമുക്ക് കഴിക്കാൻ ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ അടുപ്പ് പുകയണമെന്ന് കരുതിയ സ്നേഹനിധി. കഷ്ടപ്പെട്ടതിൽ 90% മറ്റുള്ളവർക്ക് കൊടുത്ത ആൾ. അമ്മയ്ക്കിത് വന്നപ്പോൾ തകർന്നുപോയി. എല്ലാവരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അസുഖം വരുമെന്ന്. ഇത് വന്നു പോകുന്നതല്ലേ. ഈ ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർ ഇതിന്റെ ദുരിതത്തിൽപ്പെട്ട് തകർന്നു പോകുന്ന കാഴ്ചകൾ എന്നുമുണ്ട്. പലതും കാണാൻ ഉള്ള കെൽപ്പില്ല. ഈ മഹാമാരിയെ തുടച്ചു നീക്കാനും കഴിയുന്നുമില്ല. ഇതാരും വാങ്ങിക്കൊടുക്കുന്ന സമ്മാനമല്ല. സ്വയം ഇത് വന്നോട്ടെ എന്ന് കരുതി തേടിപ്പോയി വാങ്ങുന്നതുമല്ല. എന്റെ വാക്കിൽ പറഞ്ഞാൽ ഇത് വിധിയാണ്. അപ്പോൾ അതിനെ നേരിടുക എന്നത് മാത്രമേ പറ്റുകയുള്ളൂ. നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ മനസ്സിലുള്ളത് എഴുതുക. കുറ്റപ്പെടുത്തലുകൾ അല്ല എനിക്ക് കേൾക്കേണ്ടത്.
അഭിപ്രായമാണ്. എനിക്കൊരു പണിയുമില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾക്കൊക്കെ ഓരോ പണിയില്ലേ, അതുപോലെ ഞാനും ഇഷ്ടപ്പെടുന്നു ചില കാര്യങ്ങൾ എന്നായിരുന്നു സീമ ജി നായർ കുറിച്ചത്. രോഗം ഒരു കുറ്റമല്ല, അതൊരു വിധിയാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ആർക്കും ഒരു ശത്രുവിനെ പോലും ഈ അസുഖം വരുത്തരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഞാനും ഇത് അടുത്ത് കണ്ട ഒരു വർഷക്കാലം ഒരുപാട് വിഷമം അനുഭവിച്ചതാണ്. പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് അസുഖവും ആർക്കും ഏത് സമയത്തും വരാം. കൊച്ചുകുട്ടികൾ എന്ത് ചെയ്തിട്ടാണ് ഈ അസുഖങ്ങൾ വരുന്നത്? എല്ലാം ഈശ്വരന്റെ കൈകളിൽ. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക, സമാധാനമെങ്കിലും കിട്ടുമല്ലോ. എല്ലാം ദൈവനിശ്ചയം, അല്ലാതെ എന്ത് പറയാൻ. ആരും ഇതൊന്നും ചിന്തിക്കുന്നില്ലേ? എന്തായാലും രേണു സുഖമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാവം കുട്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അതിനിടയിൽ ഇങ്ങനെ വന്നുവല്ലോ. ദൈവം എല്ലാ രോഗവും സുഖമാക്കട്ടെ. പിന്നെ സീമാജി ആ ചേർത്തുപിടിക്കലിൽ തന്നെ ഒരു സുരക്ഷിതത്വമുണ്ട് തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു പോസ്റ്റിന് താഴെ വന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.